എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഉദ്ഘാടകൻ ആതിഥ്യനായ ഒരുകുളം മധു അധികം താമസിയാതെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു MLA യുടെ തിരക്കുകൾ എന്തൊക്കെയാണ് എന്ന് പത്തനംതിട്ടക്കാരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത്രയേറെ തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ് ഒരു MLA വരുമ്പോഴേക്കും നമുക്ക് സംവദിക്കാനുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു വയ്ക്കാം. ഇതിൻ്റെ റാട്ടാറിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീ ജോയ്സ് മാത്യു, അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട KVKയുടെ ഡയറക്ടർ റോബർട്ട് സാറ്, സിന്ധു സദാശിവൻ, ആതിഥ്യനായ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആൻ്റണി സാറ്, തൊടുപുഴ കാർഡ്സിൻ്റെ ചെയർമാനാണ് ബഹുമാനപ്പെട്ട അച്ഛ, വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും, അതുപോലെ തന്നെ അതിലേറെ വിശിഷ്ട വ്യക്തികളാണ് സദസ്സിലിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലെ ചുറ്റുപാടിലുമാണ് നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയും നയിച്ചുകൊണ്ടേയിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ പാറ്റാക്കൂട്ടമാണ്. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും വലിയ ഒരു ചർച്ചയായിരിക്കുക. വലിയൊരു മെസ്സേജാണ് പ്രത്യേകിച്ച് പ്രായം ചെന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, യൂത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ യൗവനം വളരെ ശക്തമാണെന്നും നമുക്കൊട്ടും ഭയപ്പെടാനില്ല എന്നും ഇന്ത്യയുടെ ഭരണ നേതൃത്വം ഏറ്റെടുക്കാനുള്ള പ്രാപ്തി നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉണ്ട് എന്നും അവർ ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ അവരുടെ ആ പ്രവർത്തനത്തെ എത്രമാത്രം ശ്ലാഘിച്ചാലും മതിയാകുകയില്ല. അത് നീറ്റ് പരീക്ഷയെ ബേസ് ചെയ്താണ് അവരുടെ തുടക്കം എങ്കിൽ പോലും എൻ്റെ മനസ്സ് പറയുന്നത് അധികം താമസിയാതെ തന്നെ ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്കും പതിനായിരക്കണക്കിന് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷക സമൂഹത്തിലേക്കും ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലായ കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ ശ്രമം ഇത് യുവതലമുറയാണ് ഏറ്റെടുക്കുന്നത്. ഈ യുവതലമുറയെ പ്രതികരിച്ചുകൊണ്ടാണ് റാട്ടാറിൻ്റെ MD ശ്രീ ജോയ്സ് മാത്യു ഇക്കാര്യത്തിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിലുടനീളം കർഷക ശാക്തീകരണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ശക്തമായ നേതൃത്വമാണ്. കഴിഞ്ഞ 3-4 വർഷമായി അദ്ദേഹവുമായിട്ട്, പാലാക്കാരനായ മരങ്ങാട്ടുള്ളിക്കാരനായ ഞാൻ നിരന്തരം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയും വാസ്തവത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയെ നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ, പത്തനംതിട്ടയുടെ ഈ കാർഷിക മേഖല എങ്ങനെ ആധുനികവൽക്കരിക്കാൻ സാധിക്കും, ഞങ്ങൾ നിരന്തരം ചർച്ചകൾ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ പരമ്പരാഗതമായ കാർഷിക മേഖലയിൽ നിന്നും നേരത്തെ ക്ലാസ്സിൻ്റെ സാറ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി വിശദീകരിച്ചു കഴിഞ്ഞു. ഇസ്രായേലിലെ കാർഷിക രീതിയിലേക്കും ജപ്പാനിലെ കാർഷിക രീതിയിലേക്കും ചൈനയിലെ കാർഷിക രീതിയിലേക്കും അതും യൂറോപ്യൻ രാജ്യങ്ങളിലെ കാർഷിക രീതിയിലേക്കും നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ചക്കയുടെ കാര്യം പറഞ്ഞു. കേരളത്തിൽ ഇഷ്ടം പോലെ ചക്കയുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഇനം ചക്ക വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനില്ല. പല ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് മാത്രമല്ല, ഞാൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് മധ്യ കേരള ഫാർമ പ്രൊഡ്യൂസർ കമ്പനി എന്നൊരു കമ്പനി കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
ജനങ്ങളെ ആധുനിക കൃഷി രീതി പരിചയപ്പെടുത്തുന്ന ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇത് 4 വർഷം മുമ്പ് തന്നെ ഒരു ഡ്രോൺ, കാർഷിക ഡ്രോൺ ഈ കമ്പനി സമ്പാദിക്കുകയുണ്ടായി. ഈ കാർഷിക ഡ്രോൺ ഉപയോഗിച്ച് കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നാനോ ഫെർട്ടിലൈസർ ഏരിയൽ സ്പ്രേ ചെയ്യുക. ഈ ഏരിയൽ സ്പ്രേ ചെയ്യുമ്പോൾ യുവാക്കളെ കൂടി അതിൽ പങ്കാളികളാക്കുക. ഇതിനെ സംബന്ധിച്ച് അവർക്കൊരു അവബോധം ഉണ്ടാവുക വേണ്ടി. മറിച്ച് നമ്മുടെ എൻജിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക്, ആ എൻജിനീയറിംഗ് കാൻഡിഡേറ്റ്സിന് അവരെ കാർഷിക രംഗത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് 2 കാളയും ഒരു കലപ്പയും ഒരു മുഖമൊക്കെ കൊടുത്താൽ പിറ്റേ ദിവസം അവർ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ ആയിരിക്കും. അവർ നാട്ടിൽ നിൽക്കുകയില്ല. അപ്പം നമ്മൾ ചെറുപ്പക്കാരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ആധുനിക കൃഷി രീതിയിൽ നൂതനങ്ങളായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനികമായ കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എയുടെയും മറ്റ് സപ്പോർട്ടോടുകൂടിയുള്ള കൃഷി രീതി നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഏറെ നമുക്ക് നടപ്പാക്കേണ്ടതുണ്ട്. അതിന് ഒരു ഭാഗമായിട്ടാണ് ഈ റാട്ടാർ എന്ന വലിയ സംഭവം. പത്തനംതിട്ട കാലിക്കറ്റ് കോളേജിൽ അതിൻ്റെ ട്രെയിനിങ് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 15 ദിവസത്തെ ഒരു ട്രെയിനിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ റാന്നി സെൻറ് തോമസ് കോളേജിൽ അതിനുള്ള ട്രെയിനിങ് കഴിഞ്ഞു. ചങ്ങനാശ്ശേരി SP കോളേജിലുള്ള ട്രെയിനിങ് കഴിഞ്ഞു. ഇനി ആൻഡ്രി സാർ നേതൃത്വത്തിൽ തൊടുപുഴ ന്യൂമാൻസ് കോളേജിൽ നിരവധി കോളേജുകൾ മുന്നോട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ ആധുനിക കൃഷിരീതി നമ്മുടെ യുവാക്കളെ, വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ പരിചയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് എല്ലാവരും കാർഷിക രംഗത്തേക്ക് വരണം എന്ന് നിർബന്ധമില്ല. മറിച്ച് അതിൽ വാസനയുള്ള കുട്ടികൾക്ക് കടന്നു വരുവാനും ഇതിനെ വലിയൊരു വ്യവസായമായിട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ്. അത് പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ കൃഷിയും, ശാസ്ത്രീയമായ കൃഷിയും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വിപുലമായ മാർക്കറ്റിംഗ്. ഞാൻ റോബർട്ട് സാറിനോട് പറയും, നമുക്ക് വളരെ മൈക്രോ ലെവലിലുള്ള ഡ്രയർ കിട്ടാനെനിക്ക് പണിയുണ്ട്. ഇപ്പോൾ ലാർജ് സ്കെയിൽ ഡ്രയർ കിട്ടുന്നുണ്ട്. ഓരോ വീട്ടിലും ഓരോ ഡ്രയർ. ഇപ്പോൾ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീനുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ഡ്രയർ ഒരു വീട്ടിൽ. അതിൻ്റെ ഒരു ചെറിയ ഡ്രയർ ഞങ്ങൾ പത്തനംതിട്ട കാലിക്കറ്റ് കോളേജിൽ ഞങ്ങളുടെ നാഷണൽ FAO ഫെഡറേഷൻ്റെ വകയായിട്ട് സംഭാവന കൊടുത്തിരിക്കുക. വീണ്ടും വന്നിട്ട് കമ്പനിയോട് ഞാൻ പറഞ്ഞിരിക്കുക, ഈ മൈക്രോ ഡ്രയർ ഉണ്ടാവണം, അത് നമുക്ക് വിൽക്കാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പയർ, പാവയ്ക്ക, വാഴയ്ക്ക, അതുപോലെ ചക്കപ്പഴം, വേണ്ടി വന്നാൽ ഇച്ചിരി പോത്തിറച്ചി, ഇതൊക്കെ നമുക്ക് ഈ ഡ്രയറിൽ ഉണങ്ങിയെടുക്കാം. നമ്മുടെ വീട്ടിലെ അത് സേഫായിട്ട് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 6-7 മാസം, 1 വർഷം വരെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതങ്ങനെ വീടുകളിൽ കൂടെ പ്രചരിച്ച് വരുമ്പോൾ അത് പിന്നീട് അടുത്ത സ്റ്റേജിൽ ലാർജ് സ്കെയിലേക്ക് വരും. ആ ലാർജ് സ്കെയിലിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ മിക്കവാറും ഇപ്പം കാശിന് തൊടുപുഴ അവരുടെ ഡ്രയറുണ്ട്. അത് ഹീറ്റ് പമ്പ് ഉപയോഗിച്ചാണത്. ലേറ്റസ്റ്റ് സാധനമാണ്. അവിടെ അവർ അവിടെ റംബുട്ടാൻ അത് ഡ്രൈ ചെയ്തു. ആ റംബുട്ടാൻ ഡ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കുരുവോടുകൂടി തിന്നാം. ഇല്ലേ സാറേ? നല്ല രുചിയാണ്. എത്ര പേര് റംബുട്ടാൻ ഡ്രൈ ചെയ്ത് അച്ഛൻ കഴിച്ചിട്ടുണ്ടോ? അത് അച്ഛന് 2 പാക്കറ്റ് കൊടുക്കുന്നു. യെസ്. അപ്പം നോക്കുക, ഈ രീതി നമ്മൾ ചിന്തിക്കാൻ കഴിയണം. ഈ രീതി ചിന്തിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് പാറ്റാക്കൂട്ടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ താഴെ ഇറക്കാൻ കഴിഞ്ഞത്. ഈ രീതി ചിന്തിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടാവണം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിലും അങ്ങനെ ഒരു തലമുറയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ റാട്ടാർ എന്ന് പറയുന്നത്. ഈ റാട്ടാർ പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും ഭാവിയിൽ നമ്മുടെ ഈ യുവജനങ്ങൾ രാജ്യത്തെ മാറ്റിമറിക്കാൻ എങ്ങനെ ശ്രമിച്ചോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കാർഷിക രംഗത്തെ മാറ്റിമറിക്കുവാനുള്ള ഒരവസരത്തിലേക്ക് വരികയാണ്. അതിന് യാതൊരു സംശയവുമില്ല, കുട്ടികൾ വരും. കാരണം ഇപ്പം ഈ പാറ്റാക്കൂട്ടത്തെ ലീഡ് ചെയ്തത് ആരായിരുന്നു? അഭിജിത്ത് ദീപക് അല്ലേ?
ഈ അഭിജിത്ത് ദീപക് അമേരിക്കയിലായിരുന്നു, അവിടെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഇന്ത്യയിലെ ദുരിതങ്ങളെല്ലാം വാർത്തകൾ കൂടെ അറിഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം ഈ ആശയം അങ്ങോട്ട് നേരെ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ അത്ഭുതം. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ മരത്തി അടിച്ച് ഈ പിള്ളേർ. ഇപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. ഞാൻ സൂചിപ്പിക്കട്ടെ, ഞാൻ നിർത്തത്തെ, കാർഷിക രംഗത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് സോഷ്യൽ മീഡിയ നമുക്ക് ഭംഗിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ എനിക്ക് യാതൊരു ലക്ഷ്യവും യാതൊരു നിശ്ചയവുമില്ല. എങ്കിൽ പോലും പലരും അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ എന്നെ വിളിക്കും, ജോർജ് സാറേ അടുത്ത മാസം ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു 10 കിലോ ഉണക്കച്ചക്ക വെച്ചേക്കണം. അതുപോലെ തന്നെ ചക്കപ്പഴം വാക്വം ഫ്രൈ ചെയ്യാം. അവിടെ KVKയിൽ ചക്കപ്പഴം വാക്വം ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്ത് രസമാണെന്നറിയോ അത് കഴിക്കാൻ. ഒരു 100 ഗ്രാമിൻ്റെ ചക്കപ്പഴം വാക്വം ഫ്രൈ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ 4 പേർക്കുള്ള പലഹാരമായി നല്ല സുഭിക്ഷമാവും. 4 ചായയോടെ ഉണ്ടെങ്കിൽ മതി, യാതൊരു മാലിന്യവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ തലമുറകൾക്ക് വിഷരഹിതമായ ആഹാരം ലഭ്യമാകണം. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മലയാളിക്ക് സ്പെഷ്യൽ വിഷമടിച്ചാണ് ഇങ്ങോട്ട് കൊടുത്തു വിടുന്നത്. അവർ നല്ല ഓർഗാനിക് ജൈവ കൃഷി ചെയ്ത് ആഹാരം അവർ കഴിക്കുകയും മലയാളിക്ക് സ്പെഷ്യലായിട്ട് ഈ അതിശക്തമായ കൊടിയ മാരക വിഷമടിച്ച പച്ചക്കറികൾ, സാധനങ്ങൾ നമുക്ക് എത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നമുക്കായിക്കോട്ടെ? നമുക്കിവിടെ സ്ഥലമില്ല എന്നുള്ളത് വെറുതെ പറയുന്നത്. ഇതുമാത്രം സ്ഥലമാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പുന്നൻ സാറ്, ടൈസ് ഫാർമ പ്രൊഡ്യൂസർ കമ്പനി, അവരാണ്ട് 50 ഏക്കറോളം കഴിഞ്ഞ വർഷം ആരംഭിച്ചത്, 50 ഏക്കറോളം അവർ പാടം കൃഷി ചെയ്തു. അവർ സ്വന്തമായിട്ട് നല്ല തവിടോട് കൂടിയ കുത്തരി അവർ വിറ്റുകൊണ്ടെടുത്തിരിക്കുകയാണ്. അതായത് മണർകാട് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നയാളാണ് ഈ ടൈസിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ പാടത്ത് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ റിട്ടയർ ചെയ്ത പ്രൊഫസേഴ്സിനെല്ലാം കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ റാട്ടാറിന് 3 ലക്ഷ്യമുണ്ട്. ഒന്ന്, വിദ്യാർത്ഥികളെ ആകർഷിക്കുക. രണ്ടാമത്, നിലവിലുള്ള കർഷകരെ എംപവർ ചെയ്യുക. മൂന്നാമത്, പെൻഷൻ പറ്റിയവരെ കൂടെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക. പലരും പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ആലോചന ചിന്തയ്ക്ക് ഉപേക്ഷിക്കണം. വാസ്തവത്തിൽ പെൻഷൻ പറ്റി കഴിയുമ്പോഴാണ് ഇവർ ഭയങ്കര ശക്തരാകുന്നത്. അവരുടെ ആ ശക്തി പെൻഷേഴ്സിൻ്റെ അതിനെയാണ് സിൽവർ എക്കോണമി ഗവൺമെൻറ് ബഡ്ജറ്റിൽ വന്നിരിക്കുക. അപ്പോൾ ഈ ഗവൺമെൻറ് ബഡ്ജറ്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞങ്ങൾ നാഷണൽ FAO ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു, കുറേ പോയിൻറ്റ്സുകൾ. അപ്പോൾ ആ കാർഷിക മേഖല എങ്ങനെ നമുക്ക് നവീകരിക്കാൻ സാധിക്കും? അതിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിംഗിൾ വിൻഡോ സിസ്റ്റം കൊണ്ടുള്ളത്. ബഡ്ജറ്റ് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ബഡ്ജറ്റിൽ പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ശ്രദ്ധയുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടോ മന്ത്രി ഉള്ളത് കൊണ്ടോ കാർഷിക രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകാൻ പറ്റില്ല. കർഷകർ വേണം. ഫുട്ബോൾ മത്സരങ്ങളിൽ ജയിക്കണമെങ്കിൽ ആര് വേണം? റഫറി ഉള്ളത് മതിയാവുമോ? കോച്ചുള്ളത് മതിയാവുമോ? കളിക്കുന്ന പിള്ളേർ വേണം. അങ്ങനെ കാർഷിക രംഗത്ത് പണിയെടുക്കാൻ കഴിയുന്നൊരു തലമുറയ്ക്ക് രൂപം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏറ്റവും മോസ്റ്റ് മോഡേൺ കൃഷിരീതി കൊണ്ടുവരിക എന്ന ഉദ്ദേശം കൂടിയാണ് ഈ ഡാർട്ടാർ പ്രസ്ഥാനം മുന്നോട്ട് വന്നിരിക്കുന്നത്. എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നത്. പ്രത്യേകിച്ചും വളക്കൂറുള്ള പത്തനംതിട്ട ജില്ലയിലാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ജോയ്സിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, ജോയ്സിന് അതിശക്തമായൊരു ടീമുണ്ട്. അത് വലിയ ശക്തമായ പിന്തുണയാണ് പത്തനംതിട്ട KVK കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.